അമേരിക്കയിൽ നിന്ന് ഒരു ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു ട്രാവിസും ഗാരറ്റും. രണ്ടുപേരും ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുക്കാൻ വേണ്ടി ഹോട്ടൽ റൂമിൽ നിന്ന് പുറപ്പെട്ട് പാരീസിലെ ഒരു കൺവെൻഷൻ സെന്ററിലേക്ക് പുറപ്പെടുമ്പോൾ പിന്നെ ഒരുപാട് സമയം ഹോട്ടലിന് പുറത്ത് വാഹനം കാത്തു നിൽക്കുകയുണ്ടായി. കേവലം 2-3 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി $800 ചെലവഴിക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അവർ ചിന്തിച്ചു, യഥാർത്ഥത്തിൽ പിന്നെ അവർ കോൺക്ലേവിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത് മറ്റൊരു ബിസിനസ് സാധ്യതകളെ കുറിച്ചുള്ള പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ സാഹചര്യം അവരെ വേറൊരു തരത്തിലുള്ള ബിസിനസ് ആണ് ആക്കി മാറ്റിയിട്ടുള്ളത്. അവരത് പഠനവിധേയമാക്കുകയും 3 വാഹനങ്ങൾ മാത്രം വെച്ച് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ആ ആപ്പ് വെച്ചിട്ട് അമേരിക്കയിൽ പിന്നെ തിരിച്ചെത്തി അവർ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് 3 വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് അത് പിന്നെ ജനങ്ങൾക്ക് ഒരു സർവീസ് റൂട്ടിലേക്ക് ഇറക്കുകയുണ്ടായി. അതാണ് ഇപ്പോൾ ലോകമെങ്ങും പന്തലിച്ചു നിൽക്കുന്ന യൂബറിന്റെ പിന്നെ ആവിർഭവം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. കാരണം നമ്മുടെ മുമ്പിലുള്ള സാഹചര്യം, നമ്മുടെ പിന്നെ ജീവിതത്തിലെ ദൈനംദിന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിൽ നിന്നാണ് ഒരു ബിസിനസ് രൂപാന്തരപ്പെടുന്നത്. അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചാൽ ഏതൊരാൾക്കും നമ്മുടെ ചുറ്റുകളുള്ള നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ വാച്ച്, നമ്മുടെ ചെരുപ്പ്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ പാർപ്പിടം, സിമെന്റ്, പെയിന്റ്, കറണ്ട്, ലൈറ്റ് എല്ലാത്തിലും ബിസിനസ് ഉണ്ട്. ബിസിനസ് ഒരുപാട് തേടി സഞ്ചരിച്ച് കണ്ടെത്തേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിലുണ്ട് ബിസിനസ്, നമ്മുടെ മുമ്പിലുണ്ട് അവസരങ്ങൾ. അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചാൽ തന്നെ ലോകത്തിൽ വമ്പിച്ച രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്.